ഒരൊറ്റ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് വന്നു നമുക്കിന്നൊരു അടിപൊളി ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് 4 സൈഡും ഒരേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഓരോരോ ലൈൻ വരച്ചിട്ടുള്ളത് ഓരോ സെൻറ്റിമീറ്ററാണ്. ഓരോ സെൻറ്റിമീറ്റർ വിട്ടിട്ട് 4 സൈഡും വരച്ച് കൊടുക്കുക. ഈ ലാസ്റ്റ് വരുന്ന ഈ കോണുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു പണി പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എവിടെയാണ് പണി പറ്റിയതെന്ന്. പിന്നെ നമ്മൾ ഈ വരച്ച കോണിൽ ഇവിടെയാണ് നമ്മൾ പണി പറ്റിയത്. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അപ്പുറം സൈഡ് വരച്ച പോലെ വേണം വരയ്ക്കാൻ. ഞാൻ ഈ മടക്കുന്ന സൈഡ് നിങ്ങളൊന്നും കൂടി ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഷേപ്പിൽ വേണം മുകളിലത്തെ സൈഡും കൂടി സെറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഈ വരച്ച ഓരോന്നും നമ്മൾ നഖം വെച്ചിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ റോൾ ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. റോൾ ചെയ്യുമ്പോൾ ഈ സൈഡിൽ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ നേരത്തെ അങ്ങനെ ഒരു തെറ്റ് പറ്റിയത് കാരണം നമുക്ക് താഴത്തെ ഭാഗം അങ്ങനെയല്ല കിട്ടിയിട്ടുള്ളത്. ഈ ഫ്രെയിം കണ്ടോ, മുകളിലത്തെ ഭാഗം കറക്റ്റാണ്, പക്ഷേ താഴത്തെ ഭാഗം മാറിയിട്ടാണുള്ളത്. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരേപോലെ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇതിലൊരു 3D ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 3D സ്റ്റാർ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ സിമ്പിൾ ഫ്രെയിം മേക്കിംഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.